ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് കെ-സ്മാർട്ടിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ ഓൺലൈൻ പ്രോസസ്സാണ് ഇന്നിവിടെ നോക്കുന്നത്. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കെ-സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ കാണുന്ന സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി ആധാർ നമ്പരൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് വരുന്ന OTPയും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്താലുടൻ നമുക്ക് നേരത്തെ കൊടുത്ത ആപ്ലിക്കേഷൻ മൈ ആപ്ലിക്കേഷൻ ആയിരിക്കും കാണിക്കുക. തൊട്ടടുത്ത് തന്നെ ന്യൂ ആപ്ലിക്കേഷനുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതിലേറ്റവും അവസാനം അതേഴ്സ് കാണാം. അതേഴ്സിൽ പ്രസ് ചെയ്തതിന് ശേഷം വലത് സൈഡിൽ കാണുന്ന ലിങ്കുകളിൽ നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ എന്ന് കാണാം. ബിൽഡിംഗ് പെർമിഷന് നടുക്കായിട്ടൊരു പ്ലസ് ചിഹ്നമുണ്ട്. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ആദ്യം കാണുന്ന ലിങ്കിൽ ബിൽഡിംഗ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടുന്നത്. തുടർന്ന് നമുക്കവിടെ സബ്മിറ്റിംഗ് ടു ഏത് ലോക്കൽ ബോഡിയിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്, ഏത് ലോക്കൽ ബോഡിയിലാണ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്, ആദ്യം ജില്ല, അതിനുശേഷം ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ലോക്കൽ ബോഡി ഏത് ഗ്രാമപഞ്ചായത്താണോ അത് അവിടെ നിന്നും തിരഞ്ഞെടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് കൊടുക്കുവാനുള്ള പേജാണ്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ അതേഴ്സും ഉണ്ട്, അതുപോലെ ജോയിൻ്റ് ആപ്ലിക്കേഷനുണ്ട്. രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം. ഡീഫോൾട്ടായിട്ട് നമ്മൾ പ്രൊഫൈൽ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ആളിൻ്റെ ഡീറ്റെയിൽസ് താഴോട്ട് വരും. പക്ഷേ ആപ്ലിക്കേഷൻ ഫോർ അതേഴ്സ് കൊടുത്താൽ അവിടെ മറ്റൊരാൾക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കും. ആളിൻ്റെ മൊബൈൽ നമ്പരും ആധാർ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഇതിനോടകം കെ-സ്മാർട്ടിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് മറ്റ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് വരികയും ചെയ്യും. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ഉണ്ടാകും. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ ബിൽഡിംഗ് ആരുടെ പേരിലാണോ ആ ആൾ തന്നെ ആപ്ലിക്കൻ്റ് ആവുന്നതായിരിക്കും നല്ലത്. തുടർന്ന് താഴോട്ട് വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡി, ഈ ആപ്ലിക്കൻറ്റിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൊടുത്ത് ആ ലോക്കൽ ബോഡി പേരും ഒക്കെ കൊടുക്കണം. അതിനുശേഷം ഫസ്റ്റ് നെയിം, ആപ്ലിക്കൻറ്റിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം എന്നൊക്കെയുണ്ട്. ഫസ്റ്റ് നെയിമിൽ പൂർണ്ണമായിട്ടുള്ള പേരങ്ങ് കൊടുത്താലും മതി. മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെയൊക്കെ മലയാളത്തിൽ കൂടെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കമ്പൽസറി ആയിട്ട് കാണുന്നില്ല. അതിനുശേഷം പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് വാർഡ് നെയിമും, അതേപോലെ ഈ ബിൽഡിംഗ് നിലനിൽക്കുന്ന വാർഡിൻ്റെ നെയിമും, ഡോർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ സബ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, ലോക്കൽ പ്ലേസ്, മെയിൻ പ്ലേസ് തുടങ്ങിയവയൊക്കെ ഇംഗ്ലീഷിൽ കൊടുക്കുക. ഇൻസ്പെക്ഷന് ഉള്ളതാണ്, അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇമെയിൽ ID ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആപ്ലിക്കൻറ്റിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം ഈ പേജിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഉടമ തന്നെ ആപ്ലിക്കൻ്റ് ആവുന്നതാണ് നല്ലത്. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. തുടർന്ന് ആപ്ലിക്കൻ്റിൻ്റെ പേര് അവിടെ കാണിക്കുകയും തൊട്ട് താഴെ ജെൻഡർ, കാറ്റഗറി OBC, ജനറൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് APL BPL ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഇൻകം കമ്പൽസറി ആയിട്ട് കാണുന്നില്ല, കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അതുപോലെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നുള്ള SB അക്കൗണ്ടാണോ കറണ്ട് അക്കൗണ്ടാണോ ഏതാണെന്ന് വെച്ച് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ അക്കൗണ്ട് ടൈപ്പ് ബാങ്ക് കൊടുത്തതിന് ശേഷം SB അക്കൗണ്ടാണോ കറണ്ട് അക്കൗണ്ടാണോ അത് കൊടുത്ത് ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചും കൊടുത്തു കഴിഞ്ഞാൽ IFSC കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്ത് വരും. അതിനുശേഷം അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആപ്ലിക്കൻ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അതും കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് നമുക്ക് കൊടുക്കേണ്ടുന്നത് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണ്ടുന്ന ബിൽഡിങ്ങിൻ്റെ ഡോർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. വീട്ടു നമ്പറാണത്, ഡോർ നമ്പർ.
ഡോർ നമ്പറും സബ് നമ്പറും ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇത് രണ്ടും കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അതിനുശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. അടുത്തത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. 2 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും വേണ്ടുന്നത് അപേക്ഷകൻ്റെ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ഈ ബിൽഡിംഗ് നിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഡോക്യുമെൻ്റ് ഇൻ പ്രൂഫ് ഓഫ് റെസിഡൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൂഫ്, പ്ലാൻ, എസ്റ്റിമേറ്റ്, പെർമിറ്റ് തുടങ്ങിയവയൊക്കെ, അതുപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇഷ്യൂ ഡേറ്റും വാലിഡ് അപ് ടു, അങ്ങനെ 2 ഡേറ്റുകളുണ്ട്. ഇവിടെ ആധാറിൻ്റെ കേസിൽ അതിലൊരു ഇഷ്യൂ ഡേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഏകദേശം ഒരു ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം വാലിഡ് അപ് ടു എന്നുള്ളത് അപേക്ഷിക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കൊടുത്ത് ഒരു ഡേറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് ആധാർ അവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് അവിടെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. ഇതുപോലെ ഓരോന്നും 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം ശരിയായി അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്നുള്ള പേജ് ലിങ്ക് ഏറ്റവും താഴെ കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമുക്കൊരു പ്രിവ്യൂ സമ്മറി ലഭിക്കുന്നതാണ്. എല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ വെച്ചും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. തുടർന്ന് താഴെ വന്ന് ഐ അഗ്രി ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അവിടെ പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മൾ ആദ്യം കൊടുത്ത ആപ്ലിക്കൻറ്റിൻ്റെ ഫോൺ നമ്പർ അവിടെ കാണിക്കുന്നതും സെൻഡ് കൊടുത്ത് ആ മൊബൈലിലേക്ക് OTP വരുന്നതാണ്. അപ്പോൾ ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ വെരിഫൈ ചെയ്താൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അതിനുശേഷം താഴെ വന്ന് സബ്മിറ്റിൽ പ്രസ് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ ലഭിക്കുന്നതും ഇവിടെ നിന്നും ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുവാനും മോർ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് നമുക്കതിൻ്റെ പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് വന്നാൽ മൈ ആപ്ലിക്കേഷൻ എടുത്ത് അതേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷൻ അവിടെ കാണുവാൻ സാധിക്കും. ഇതിനുശേഷം എഞ്ചിനീയറുടെ AEയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടാകും. ഇൻസ്പെക്ഷന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് ലഭിക്കുക. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ സ്റ്റാറ്റസ് അറിയുവാനും റിട്ടേൺ വന്നാൽ റീസബ്മിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതിന് പേയ്മെൻ്റ് ഒന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എഞ്ചിനീയറുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷ അപ്രൂവ് ആകുന്നതും പ്രിൻ്റ് എടുക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകും. ഇത്തരത്തിൽ കേസ് സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടർന്നും പോസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.